ഫുൾ ആൻഡ് ഫുൾ നമ്മൾ ഇസ്രായേലിന്റെ ഡെവലപ്മെന്റ്സ് ആണ് നോക്കുന്നത്. കാരണം അവിടെ കുറച്ച് നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ആ നീക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ബന്ദികളെ വിട്ടുകിട്ടാനുള്ള കരാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു തിടുക്കിട്ട ചില നീക്കങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റിയത് ഫൈനൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ്, അതായത് ഈ ഒരു ഹോസ്റ്റേജ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഴുതിയ ഡോക്യുമെന്റ് രണ്ട് പക്ഷത്തും കൊടുത്തിട്ടുണ്ട് എന്നാണ് ഖത്തറിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. അപ്പൊ ഇത് ഹമാസ് ഓൾറെഡി അംഗീകരിച്ചു കഴിഞ്ഞു. അതായത് ഡീൽ അംഗീകരിച്ചു എന്നല്ല, അതായത് ഈ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി എന്നുള്ള കാര്യം ഹമാസ് അംഗീകരിച്ചിട്ടുണ്ട്. അവരതിനെക്കുറിച്ച് ഭയങ്കര ആഘോഷ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. ആഘോഷം മീൻസ് അവർ അനൗൺസ്മെന്റ് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അവർ വിചാരിച്ച പോലെ തന്നെ ആ ഡീൽ വന്നതായിട്ട് അവർ അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ തടവിൽ കഴിയുന്ന നൂറുകണക്കിന് പാലസ്തീനികളെ വിട്ടുകിട്ടാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പൊ അതിൽ അതായത് തീവ്രവാദ കേസുകളിൽ പിടിക്കപ്പെട്ട ആൾക്കാർ പോലും ചിലരുടെ പേര് അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഹമാസ് പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. നമ്മൾ നേരെ ഇസ്രായേലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ത് പറയുന്ന പറഞ്ഞാൽ, ഇസ്രായേൽ ഞങ്ങളുടെ കയ്യിൽ ഇതുവരെ ഡ്രാഫ്റ്റ് കിട്ടിയിട്ടില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണമുണ്ട്, വേറെ ഒന്നുമില്ല. ഇസ്രായേലിന്റെ ഉള്ളിൽ ചെറിയൊരു പ്രതിസന്ധി ഉണ്ട്. ആ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ദികളുടെ ഫാമിലി, ഈ ഹോസ്റ്റേജസിന്റെ ഫാമിലിയിൽപ്പെട്ട കുറച്ച് മെമ്പേഴ്സിനെ ഇന്ന് നെസറ്റിൽ കയറ്റി അവരുമായിട്ട് ആർഗ്യുമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നെസറ്റിൽ നടക്കുന്ന ആർഗ്യുമെന്റ്സ് അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നെസറ്റിൽ നടന്ന ആർഗ്യുമെന്റിൽ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞാൽ ഈ ഫാർ റൈറ്റ് വിങ്ങിലുള്ള ആൾക്കാർ, ഈ ഫാർ റൈറ്റ് വിങ് പാർട്ടീസ് ഉണ്ട്. നാഷണൽ സെക്യൂരിറ്റി പാർട്ടി എന്നൊക്കെ പറയുന്നത് അവിടെ നല്ല രീതിയിൽ ഭയങ്കര ഫാർ റൈറ്റ് ആയിട്ടുള്ള പാർട്ടിയാണ്. അവർ ഭയങ്കര ജൂവിഷിൽ വളരെ ഓത്തന്റിക്കേറ്റഡ് ആയിട്ട് ഭയങ്കര ഓർത്തഡോക്സിലുള്ള ആൾക്കാരാണ്. അപ്പൊ അതിലുള്ള മിനിസ്റ്ററൊക്കെയാണ് ഫിനാൻസ് മിനിസ്റ്റർ ബെസേൽ സ്മൂട്രിച്ച് എന്നൊക്കെ പറയുന്ന ആ ഒരു മിനിസ്റ്ററൊക്കെ ഈ ഒരു നാഷണൽ സെക്യൂരിറ്റി പാർട്ടിയുടെ കീഴിൽ വരുന്നതാണ്. അപ്പൊ ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കോയലേഷൻ ആണ്. ബെഞ്ചമിൻ നെതന്യാഹുവിടെ ലിക്വിഡ് പാർട്ടിയുമായിട്ട് കോയലേഷൻ വെച്ചിട്ടാണ് ഈ ഒരു, അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയുമായിട്ട് ഇവര് കൂട്ടുചേർന്നിട്ടാണ് ഈ ഒരു കൂട്ടുകക്ഷി ഭരണമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇവർക്ക് ഈ ഒരു ഫാർ റൈറ്റ് ആൾക്കാർ സഖ്യം പിൻവലിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഭരണം വീഴും. അതാണ് നമ്പർ 1. അപ്പൊ അവിടെ അങ്ങനെ ഒരു പ്രതിസന്ധി ഉടലെടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഈ ഒരു ഇത്താമർ ബെൻ ഗിവിർ, അതുപോലെ ഈ സ്മൂട്രിച്ച്, ഇവരൊക്കെ ശക്തമായി ഈ ഒരു ഹോസ്റ്റേജ് ഡീലിനെ എതിർക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ തീവ്രവാദികളെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നാണ് അവരുടെ നിലപാട്. കാരണം ഒരുപാട് ആൾക്കാർ 1200 പേരാണ് അന്ന് ഒക്ടോബർ 7 കൊല്ലപ്പെട്ടത്. അതിന്റെ കൂടെ ഈ ഒരു 200+ ആൾക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എത്രയോ IDF സോൾജേഴ്സ് മരണപ്പെടുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്, വധിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ആ രീതിയിലല്ലേ ഇതിനെ കണക്കാക്കാവും. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷനാണ്. ഇപ്പൊ നമ്മളൊരു ഹോസ്റ്റേജിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നെഗോസിയേഷന് പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണെങ്കിൽ പണ്ടേ നമുക്ക് മേടിക്കാറുണ്ടല്ലോ. ഇങ്ങനെയാണെങ്കിൽ പണ്ടേ നമുക്ക് ഇങ്ങനെ ഒരു ഡീലിൽ സൈൻ ചെയ്യാമായിരുന്നു. ഈ ഒരു ലെവലിലാണ് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ പോവാതെ നമ്മൾ ഈ 1 year+ നമ്മൾ വെയിറ്റ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നമ്മളിപ്പോ ഇസ്രായേൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തെ ഗാസയെ മൊത്തത്തിൽ വൈപ്പ് ഔട്ട് ചെയ്ത് അവിടെ കൃത്യമായിട്ട് റീസെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത് ഗാസയുടെ ഇസ്രായേലിന്റെ അണ്ടറിൽ ഉണ്ടാക്കാൻ പറ്റും. ആ രീതിയിലാണ് ഈ ഒരു ഫാർ റൈറ്റിലുള്ള ആൾക്കാർ ആവശ്യപ്പെടുന്നത്. ഈ ഇത്താമർ ബെൻ ഗിവിർ, അതേപോലെ ഈ ഒരു സ്മോട്രിച്ച്, അവരുടെ ആ ഒരു നാഷണൽ സെക്യൂരിറ്റി പാർട്ടിയൊക്കെ ഇത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ നെതന്യാഹു ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം ഇപ്പൊ ഈ സീസ് ഫയറിന് ഈ ഒരു വച്ചിരിക്കുന്ന ഡീൽ, ഇപ്പൊ ഈ ഒരു ഡീൽ എന്താണെന്ന് ആദ്യം പറയാം. ഈ ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡീലിൽ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഗാസയിൽ ഇതുവരെ 300 മീറ്റർ ആയിരുന്നു ബഫർ സോൺ എന്നുള്ളത്. അതായത് ഇസ്രായേൽ ബോർഡറിനും ഈ ഗാസ സ്ട്രിപ്പിനും ഇടയ്ക്കുള്ള ഒരു 300 മീറ്റർ ആയിരുന്നു ബഫർ സോൺ ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഇപ്പൊ ഇസ്രായേൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് 1.5 കിലോമീറ്റർ ആയിട്ട് ആക്കുകയാണ്. 1.5 കിലോമീറ്റർ ബഫർ സോൺ ആണ്. 1.5 കിലോമീറ്ററിന്റെ ഉള്ളിൽ ആരും വരാൻ പാടില്ല. അങ്ങനെ 1.5 കിലോമീറ്ററിന്റെ ഉള്ളിൽ ആരെങ്കിലും കടന്നു വരുന്നു എന്നുണ്ടെങ്കിൽ വെടിവെച്ചിടും എന്നാണ് പറയുന്നത് ഇസ്രായേൽ. ഈ ഒരു പോയിന്റ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ബന്ദികളെ സെക്ഷനായിട്ട് പേരെഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലിസ്റ്റ് പ്രകാരം ബന്ദികളെ വിട്ടയക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആദ്യത്തെ സൈഡിലുള്ള നിങ്ങളുടെ മൂവ്മെന്റ്, അതായത് സീസ് ഫയർ ഡീൽ എഗ്രി ചെയ്ത് ആദ്യത്തെ റിലീസ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫസ്റ്റ് ഫേസ് റിലീസ് അങ്ങ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എല്ലാ ഹോസ്റ്റേജസിനെയും കിട്ടിയതിനു ശേഷം മാത്രമേ സെക്കൻഡ് ഫേസ് റിലീസിലോട്ട് ഇസ്രായേൽ തയ്യാറാവുള്ളൂ. 2 ഫേസ് ആയിട്ട് ഇസ്രായേൽ ഈ ഒരു തടവ് പുള്ളികളെ വിട്ടയക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ 2 സെക്ഷനായിട്ട് വിടും. ആദ്യം ഒരു സെക്ഷൻ വിടും. അതിനുശേഷം കംപ്ലീറ്റ് ഹോസ്റ്റേജസിനെയും ഹമാസ് വിട്ടയക്കണം. അതിനുശേഷം മാത്രമേ, എല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ സെക്കൻഡ് ഫേസ് റിലീസ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഇസ്രായേലിന്റെ ഒരു സീസ് ഫയർ ഡീൽ വന്നിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് കുറെ തീവ്രവാദികളുടെ പേരുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ ഒരു ഫാർ റൈറ്റ് പാർട്ടീസിനെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്. ഈ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് വെറുതെ അല്ല. ഈ വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ ഇത് ഓക്കെ പറഞ്ഞ് പ്രൈം മിനിസ്റ്റർ ഇപ്പൊ ഇതിന് ഓക്കെ പറഞ്ഞ് വിടുകയാണെന്നുണ്ടെങ്കിൽ, ഒപ്പിട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഇവര് പിൻവലിക്കും. ഏതാണ് ഈ ഒരു നാഷണൽ സെക്യൂരിറ്റി പാർട്ടി ഈ ഒരു കോalition പിൻവലിച്ചു കഴിഞ്ഞാൽ സർക്കാർ താഴെ വീഴും. ഇതാണ് സംഭവിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പൊ ഇസ്രായേലിന്റെ ഉള്ളിൽ
അതിരൂക്ഷമായ രീതിയിൽ ചർച്ചകൾ നടക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്ക് ഡ്രാഫ്റ്റ് കിട്ടിയിട്ടില്ല എന്ന്, ഫൈനൽ ഡ്രാഫ്റ്റ്. കാരണം ഫൈനൽ ഡ്രാഫ്റ്റ് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് നേഷനാണ്, അത് പബ്ലിഷ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് രഹസ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് നെതന്യാഹു ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്ക് ഡ്രാഫ്റ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഡ്രാഫ്റ്റ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഡ്രാഫ്റ്റ് ഇസ്രായേലിനും കിട്ടിയിട്ടുണ്ട്, ഹമാസിനും കിട്ടിയിട്ടുണ്ട്. ഹമാസിന് കിട്ടിയ ഡ്രാഫ്റ്റ് അവർ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവർ അൽ അറേബ്യ ന്യൂസ് പേപ്പറിലൊക്കെ അതൊക്കെ വരുന്നുണ്ട്. അപ്പൊ പല അറബ് മാധ്യമങ്ങളിലും ഇത് വരുന്നുണ്ടെന്നുള്ളതാണ് ഈ വാർത്ത. അപ്പൊ ഇത് ഉറപ്പായിട്ടും ഇസ്രായേലിന് ഇത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടാവും. ഇസ്രായേലിന് ഹാൻഡ് ഓവർ ചെയ്യാണ്ട് അവരങ്ങനെ പബ്ലിഷ് ചെയ്യത്തില്ല, അത് അങ്ങനെ തന്നെയാണ്. കാരണം സീസ് ഫയർ ആണല്ലോ, പിന്നെ വെടിവെപ്പ് നിർത്തേണ്ടത് ഇസ്രായേലാണ്. അപ്പൊ ഇസ്രായേലിന് കൊടുക്കാതെ ഒരിക്കലും ആ പേപ്പർ പുറത്തു വരത്തില്ല എന്നുള്ളതാണ് ഡോക്യുമെന്റ്. അപ്പൊ ഇസ്രായേൽ ഇന്റർണൽ പൊളിറ്റിക്സിന്റെ സമ്മർദ്ദം കൊണ്ടാണ് അത് പുറത്തു പറയാത്തത്. ഹമാസ് ഈ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫൈനൽ ഡ്രാഫ്റ്റിൽ ഇന്ന് രാത്രി തീരുമാനം എടുക്കും എന്നാണ് പറയുന്നത്. ഒരു പോസിറ്റീവ് തീരുമാനം വരാനാണ് സാധ്യത. കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ 2-3 ഇമ്പോർട്ടന്റ് തീവ്രവാദികളെ ഇതിനകത്ത് അവർക്ക് കിട്ടുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ തീവ്രവാദികളുടെ പേര് ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ആ തീവ്രവാദികൾ വളരെ വിഷവത്തുകളാണ്. അവന്മാർ പാലസ്തീനുള്ളിൽ അവന്മാർക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ഇതേപോലെ ഇനിയൊരു സിൻവാർ ആവാനുള്ള എല്ലാ സാധ്യതയുമുള്ള ആൾക്കാർ തന്നെയാണ് ആ വെളിയിൽ വിടാൻ പോകുന്ന ആ തീവ്രവാദികൾ. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ ഈ ഫാർ റൈറ്റുകൾ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ ഫാർ റൈറ്റ്, ഈ സ്മൂട്രിച്ച്, അതേപോലെ ഈ ഇതാമർ ബെൻകിവർ, ഇവരൊക്കെ ഈ ഹോസ്റ്റേജുകളുടെ ഫാമിലീസിന്റെ അടുത്തും തർക്കിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഡിബേറ്റ് ആണ് ഇന്ന് നെസറ്റിൽ ഫുള്ള് നടന്നത്. ഇതാണ് കൃത്യമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇനിയിപ്പോ ഇതിനെ ഏത് രീതിയിൽ ഇത് മുന്നോട്ട് വരും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പൊ അമേരിക്ക ഇതിനകത്ത് പോസിറ്റീവ് നോട്ട് ചെയ്തിട്ടുണ്ട്. ബൈഡൻ ഉൾപ്പെടെ, ബ്ലിങ്കൻ ഉൾപ്പെടെ പോസിറ്റീവ് നോട്ട് ഇട്ടിട്ടുണ്ട്. ഈ ആഴ്ചയിൽ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഹമാസ് ഇത് മിഡ് നൈറ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഒരു ബ്ലെയിം വരാൻ പോകുന്നത് ഇസ്രായേലിന്റെ ഉള്ളിലാണ്. കാരണം അവർ അംഗീകരിച്ച ഒരു ട്രൂസ് ഡീല് ഇസ്രായേൽ വേണ്ടാന്ന് പറയുന്നു എന്നുള്ളൊരു അവസ്ഥയിൽ വരും. ഇനിയിപ്പോ ഇസ്രായേൽ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇസ്രായേൽ അവിടെ നിന്ന് പ്രഖ്യാപിക്കാൻ പോവാണ്. അതായത് ഇന്ന് രാത്രി ഹമാസ് വാർത്ത പുറത്തു വിടുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ പുറത്തുവിടും. ഇസ്രായേൽ വിടാൻ പോകുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ടൈം വേണം, ഇതിൽ ഡിസ്കഷൻ എടുക്കുക, ഈ ഒരു ഫൈനൽ ഡ്രാഫ്റ്റിൽ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് സമയം വേണം എന്നുള്ള ഒരു തീരുമാനമായിരിക്കും വരുന്നത്. കാരണം അവർ ടൈം എടുത്ത് ഇതിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഹമാസിനെ പോലെ കുറച്ച് തീവ്രവാദികളിൽ നിന്ന് കൂടി ചേർന്ന് ആലോചിച്ച് ഓക്കെ ആയിട്ട് പോകുന്ന പോലെ അല്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അപ്പൊ ഇവിടെ ഒരുപാട് ഡിസ്കഷന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അവർ നെസറ്റിൽ വെച്ച് ഡിസ്കസ് ചെയ്തിട്ട് ഇതിന് തീരുമാനം എടുക്കുള്ളൂ. പ്രശ്നം നടക്കുന്നതെന്ന് വെച്ചാൽ ലെബനാനിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ചരിത്രം. ശരിക്കും പറഞ്ഞാൽ ഇത് വെറുതെ പുകഴ്ത്തുന്നതല്ല. ലെബനാനിൽ സർക്കാരെ ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഹിസ്ബുള്ള അവിടെ നല്ല രീതിയിൽ പിടിമുറുക്കി ഒരു ഗവൺമെന്റിനെ പോലും ഭരിക്കാൻ വിടാത്ത അവസ്ഥയിൽ ഇരുന്ന സമയത്താണ് ഇസ്രായേൽ ഈ ഒരു ആക്രമണമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവിടെ ശരിയാണ്, കാര്യങ്ങൾ കുറേയൊക്കെ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു, അറ്റാക്ക് നടന്നാൽ പിന്നെ സംഭവിക്കുമല്ലോ. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇപ്പൊ കൃത്യമായിട്ട് അവിടെ ഒരു ഭരണകൂടം സെറ്റ് ചെയ്തിരിക്കുന്നത്. സൗദി അറേബ്യയും അമേരിക്കയുമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ ഒരു പുതിയ ഭരണകൂടം ലെബനാനിൽ വരാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കിയത്. ലെബനാനിൽ ഈ ഒരു ജോസഫ് ആവോൻ എന്ന് പറഞ്ഞ ഈ ഒരു ലീഡറെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന്, അമേരിക്ക ലെബനീസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. അമേരിക്കൻ ലെബനീസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അവർ ആ രീതിയിലാണ് അവർ സപ്പോർട്ട് അവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സൗദി അറേബ്യ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പ്രൈം മിനിസ്റ്ററായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിൽ 2-3 ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ വൈകാതെ ഇന്നോ നാളെയോ ലെബനാന്റെ പ്രൈം മിനിസ്റ്ററെയും കൂടെ തിരഞ്ഞെടുക്കും. അത് ഒരു പക്ഷേ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതുവരെ ഹിസ്ബുള്ള ഈ ഒരു ജോസഫ് ആവൂൻ എന്ന് പറഞ്ഞ ആ ഒരു പുതിയ പ്രസിഡന്റിനെ മീറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെ മീറ്റിംഗ് ചെയ്തിട്ടില്ല. അവർ മീറ്റ് ചെയ്യാനുള്ള ഒരു പ്രപ്പോസൽ വെച്ചിട്ടുമില്ല എന്നുള്ളതാണ്. ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഈ ഒരു ജോസഫ് ആവൂൻ. അത് തന്നെയാണ് അതിന്റെ കാരണം. അവരുദ്ദേശിച്ച രീതിയിലുള്ള അവരുടെ ഐഡിയോളജി കുത്തി നിറച്ച്, MB ഐഡിയോളജി കുത്തി നിറച്ചുകൊണ്ട് ഹിസ്ബുള്ള ഉദ്ദേശിച്ചതുപോലെ അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭരണകൂടമല്ല ഇപ്പൊ ലെബനാനിലുള്ളത്. വൈകാതെ തന്നെ ഇവർ രണ്ടൊരു കൂടിക്കാഴ്ച നടത്തും. കാരണം നടത്താതെ പറ്റത്തില്ല. കാരണം ലെബനാനിലാണ് ഇവർ ഏറ്റവും കൂടുതൽ ഹിസ്ബുള്ള പിടിമുറുക്കിയിരിക്കുന്ന സ്ഥലം. അപ്പൊ എന്തായാലും അവിടെ ഒരു ചർച്ചയ്ക്ക് വഴി ഒരുങ്ങുക തന്നെ ചെയ്യും. പിന്നെ ലോസ് ഏഞ്ചൽസിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഈ കാട്ടുതീയിലാണ് തീ പടർന്നു പിടിച്ച് പല രീതിയിലുള്ള, അതായത് കോടീശ്വരന്മാരുടെ വീടുകളൊക്കെ കത്തിപ്പോയിട്ടുണ്ട്. അതൊന്നും ഇല്ലാന്നില്ല. ഏത് രീതിയിൽ ഗവൺമെന്റ് ഇതിനൊരു റിക്കവറി ഉണ്ടാക്കും എന്നുള്ളതാണ് വലിയൊരു ചോദ്യചിഹ്നം. പിന്നെ ഇപ്പം ഈ കാറ്റ് ഡയറക്ഷൻ മാറി വീശുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള അലേർട്ട് ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. 1 ലക്ഷം പേരെ ഓൾറെഡി തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 80,000 പേർക്ക് വീണ്ടും അലേർട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ 80,000 പേർക്ക് അലേർട്ട് കൊടുത്തിരിക്കുന്നത് പുതിയ സ്ഥലങ്ങളിലേക്കാണ് തീ പടരുന്നത്. ആ പുതിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻറ്റൂറ, സാന്റിയാഗോ ഈ ഭാഗത്തുള്ള ആൾക്കാരെയാണ് ഇപ്പൊ മാറ്റി പാർപ്പിക്കാൻ വേണ്ടി അലേർട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ മരണം സംഭവിച്ചിരിക്കുന്ന പറഞ്ഞാൽ 24 ഈ ഒരു ഡെത്ത് ടോൾ ഉയർന്നിട്ടുണ്ട്. പിന്നെ കാലിഫോർണിയ ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ള സംശയമുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് സർക്കാർ തലത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ തീ ഇങ്ങനെ ആളിപ്പടർന്ന് പോയതല്ലേ, ഇത് എവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് ആർക്കറിയാം. കിലോമീറ്റർ കണക്കിൽ ദൂരത്തിൽ നമുക്ക് ആൾക്കാരെ ഇപ്പൊ കണ്ടെത്താൻ കഴിയില്ല. ആ രീതിയിലാണ് അവിടെ തീ പടർന്നിരുന്ന ഒരു അവസ്ഥയാണ് അവിടെ. പാലിസൈഡ്സ്, എറ്റൻ, ഹൂസ്റ്റ്
എന്ന് ഈ 3 സ്ഥലങ്ങളിലായിട്ടാണ് ഈ മരണങ്ങൾ, ഈ ഒരു 24 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുവരെ. നല്ല ഹാർഡ് വർക്ക് ചെയ്ത് അമേരിക്ക പോലത്തെ രാജ്യം നല്ല രീതിയിൽ തീ കെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഈ കാറ്റാണ് 90 km/h വീശിയ കാറ്റ് തീ ഇങ്ങനെ വാരിക്കൊണ്ട് വെക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കത്തിപ്പോയി നമ്മൾ പെട്ടെന്ന് പോയി അത് കെടുത്തി അങ്ങനെയല്ല സംഭവം എന്ന് പറഞ്ഞാൽ ഈ തീ ഈ ഹോളിവുഡ് മൗണ്ടനിൽ പിടിക്കുന്ന തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കത്തിയിട്ട് അവിടെ നിന്ന് പറന്ന് വരികയാണ്. അപ്പൊ പറന്ന് വരുമ്പോഴത്തേക്കും വിവിധ സ്ഥലങ്ങളിലാണ് ഇത് പോയി പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തീ ഇത്രമാത്രം പടർന്ന് പിടിക്കാനുള്ള കാരണം. ആ രീതിയിലാണ് ഈ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഫയർ ഉണ്ടായത്. അപ്പൊ എന്തായാലും ഇതിനൊരു ഡൗട്ട് അവിടെ പറയുന്നുണ്ട്, ഇത് ആരെങ്കിലും കത്തിച്ചതാണോ ഇല്ലെങ്കിൽ ഇത് ബൈ നാച്ചർ ഉണ്ടായതാണോ എന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടക്കുന്നുണ്ട്, അത് പുരോഗമിക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പൊ അടുത്തത് 80,000 പേർക്കുള്ള അലർട്ട് കൊടുത്തിരിക്കുകയാണ്. വെഞ്ചുറ, സാന്റിയാഗോ എന്ന് പറഞ്ഞ 2 സിറ്റികളിലാണ് ഇപ്പൊ ഈ ഒരു അലർട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ആൾക്കാരെ ഇപ്പൊ മാറ്റി പാർപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 80,000 ആൾക്കാർക്കാണ് ഈ ഒരു അലർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ട് ഇസ്രായേലിൽ ഉണ്ടായ ഒരു ഡെവലപ്മെന്റും ഈ ഒരു ലോസ് ഏഞ്ചൽസിന്റെ ഈ ഡെവലപ്മെന്റ്സും കൂടെ അപ്ഡേറ്റ് ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പം അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.